പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് കസ്റ്റമർ റെഫറൽ നേടിയെടുക്കാമെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓൺലൈൻ വഴി എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ സെയിൽസ് നേടിയെടുക്കാമെന്നുള്ള നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നോക്കിയിട്ട് നമ്മളുടെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെ നമുക്ക് കസ്റ്റമർ റെഫറൽ നേടിയെടുക്കാം എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മളാണ് ആവശ്യക്കാർ, കസ്റ്റമർ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമർ റെഫറൽ കിട്ടണമെങ്കിൽ നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമറുടെ അടുത്ത് ചോദിക്കണം. നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള സന്തോഷവാനായിട്ടുള്ള കസ്റ്റമറുടെ അടുത്ത് നമ്മൾ തീർച്ചയായും ചോദിച്ചിരിക്കണം ഒരു ആളിനെ റെഫർ ചെയ്യാൻ. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, കാരണം നമ്മൾ ചിന്തിക്കുന്നതിന് ബിയോണ്ടാണ് ഒരു മനുഷ്യൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മൾ നേരിട്ട് നമ്മുടെ വിവേക ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല മനുഷ്യൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാൾക്കൊരു പ്രോഡക്റ്റോ സർവീസോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അയാളെ മനസ്സിൻ്റെ അകത്ത് കിടപ്പുണ്ട്. എനിക്കിത് ചെയ്തപ്പോൾ സക്സസ് ആയി. എനിക്കറിയാം, ഓട്ടോമാറ്റിക്കലി അയാളുടെ മറ്റൊരു സുഹൃത്തിൻ്റെ അടുത്ത് കാണുമ്പോൾ അത് പറയും. പക്ഷേ നമ്മൾ മനുഷ്യന്മാരാണ്, എപ്പോഴും അത് ഓർക്കണമെന്നില്ല. പക്ഷേ നമ്മൾ മുൻകൂട്ടി കസ്റ്റമറെ ഓർമ്മിപ്പിച്ചാൽ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ഇന്ന ആളിത് പറഞ്ഞിട്ടുണ്ടെന്ന് അയാൾ ഓർക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അദ്ദേഹം അയാളുടെ അടുത്ത് പറയുകയും അയാൾ നിങ്ങളുടെ കസ്റ്റമറായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എഫേർട്ട് ഇട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എത്ര നാളൊക്കെ ഓരോ കസ്റ്റമറിനെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഒരു ക്ലൈൻ്റ് ആക്കി മാറ്റുന്നത്. അപ്പം അതിൻ്റെ അകത്ത് റെഫറലും ഒരു സുപ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കസ്റ്റമറുടെ അടുത്ത് നമ്മുടെ ജസ്റ്റ് പറയുക, നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റോ സർവീസോ നിങ്ങൾ കമ്പനി ഏൽപ്പിക്കേണ്ട. നിങ്ങൾ പറയാം, നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റോ സർവീസോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആർക്ക് സജസ്റ്റ് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ടിന് സജസ്റ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറുടെ അടുത്ത് പറയാൻ സാധിച്ചാൽ എഴുതി തരാം. നിങ്ങൾ മറ്റൊരു വേളയിൽ അവരുമായിട്ട്, അവരുടെ ക്ലോസസ്റ്റ് ഫ്രണ്ടുമായിട്ട്, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുമായിട്ട് ഇരിക്കുന്ന സമയത്ത്, കാരണം നിങ്ങളെ കാരണം അതിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടത് ഇന്നിപ്പോൾ മനുഷ്യന്മാരാണല്ലോ, നമ്മൾ ഒരു സാമൂഹിക ജീവിയാണ്. കൂട്ടത്തോടെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളും അതാണ്, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നമുക്ക് ചുറ്റും സംഭവിക്കുന്നുള്ളത് പറഞ്ഞ കണക്ക് അയാളുടെ സുഹൃത്തിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. സുഹൃത്തിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഇയാൾ കാണുന്നതും കേൾക്കുന്നതും, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എടുത്ത ആ ഒരു അനുഭവമൊക്കെ നമ്മളുമായിട്ടൊക്കെ ഒരുപാട് ഇൻട്രാക്ഷനൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അറിയാതെ തന്നെ എന്ത് ചെയ്യും? അയാൾ പറയണമെങ്കിൽ നമ്മൾ ആ ഒരു ഹൈക്ക് കൊടുക്കണം. എന്ത് ഹൈക്ക്? നമ്മൾ പറഞ്ഞ ഹൈക്ക്. അങ്ങനെ നമുക്ക് കസ്റ്റമർ റെഫറൽ നേടിയെടുക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോകരുത്, പ്രോഡക്റ്റ് ക്വാളിറ്റി നിങ്ങൾ 100% നിങ്ങൾ ഉറപ്പ് വരുത്തുക. എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് കസ്റ്റമറുടെ അടുത്ത് റെഫറൽ ചോദിക്കുക. റെഫറൽ ചോദിക്കുക തന്നെ വേണം. ചോദിച്ചു കഴിഞ്ഞാൽ റെഫറൽ കിട്ടുമെന്നുള്ളതാണ്. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.